നമ്മുടെ ഈമാൻ ഇനിയും വർദ്ധിപ്പിക്കണം, ഇനിയും ചില നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണ് ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. 3 പേരിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ 3 പേരിരിക്കുകയാണെങ്കിൽ 2 ആളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ 2 പേർ അടക്കം പറയരുത്, നിങ്ങൾ തമാശ പറയരുത്, സ്വകാര്യം പറയാൻ പാടുള്ളതല്ല. 3 പേരുണ്ട് യാത്രയിൽ, 2 ആൾ ഇങ്ങനെ തമാശ പറയാ, അല്ലെങ്കിൽ 3 ആളിൽ ഒരാൾക്ക് തിരിയാത്ത ഭാഷയിൽ മറ്റു 2 ആളും സംസാരിക്കുക, അത് വലിയ വേദന ഉണ്ടാക്കും. ശുദ്ധ ഖുർആൻ ഇടപെട്ട് സൂറത്തുൽ മുജാദല 10-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിദാർരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. എന്തൊരു മനോഹരമാണ് ആദാബുകൾ, കർമ്മശാസ്ത്ര നിയമങ്ങളും അഹ്കാമുകളും ഷർത്തും ഫർളും മുഹറമാത്തുകളും മൻഹിയാത്തുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഖ്ലാഖ് എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. അഖ്ലാഖാണ് ഇമാമുന ഗസാലി തങ്ങൾ ചർച്ച ചെയ്തതിൽ 90% അഖ്ലാഖാണ്. അഹ്കാമുകൾ പറഞ്ഞെടുത്തു പോലും ഇമാം ഗസാലി തങ്ങൾ അഖ്ലാഖ് അവിടെ കൊണ്ടുവരും. മുസ്ലിമിന്റെ സ്വഭാവം, മുസ്ലിമിന്റെ സംസ്കാരം വലുതാണ്. മുസ്ലിമിന്റെ സംസ്കാരം വളരെ വലുതാണ്. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കേണ്ടത് അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഉണർത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് പറയാൻ, പിന്നെ നിങ്ങളോടും പറയാൻ, അള്ളാഹു നമ്മെ സൽ സ്വഭാവത്തിന്റെ അഹ്ലുകാരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ. ഇസ്ലാം മശാഇറുകളെ പരിഗണിക്കുന്ന മതമാണ്. ഒരു മനുഷ്യന്റെ ബോധം, അവരുടെ മുഖഭാവം, അവരുടെ ചിന്തകൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഈ വഴിയിൽ ചർച്ച ചെയ്യാനുണ്ട്. ഹബീബായ നബി തങ്ങൾ മുതിർന്നവരും പ്രമാണിമാരുമായ ആളുകളെ, നാട്ടിൽ സ്ഥാനമുള്ള ആളുകളെ അൻസിലിന്നാസ മനാസിലഹും എന്ന് പറയും, ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ റാഫി' ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു അൻഹു, 2 പേരും ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നൊരു രംഗം. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ പ്രായം കൊണ്ട് ഏറ്റവും ചെറിയവരാണ്. മുതിർന്ന 2 ആൾ കൂടെയുണ്ട്, റാഫി' എന്നവരും സഹൽ എന്നവരും. അങ്ങനെ ആ കൊച്ചുമോൻ സംസാരിക്കാൻ നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബ്ബിർ 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 കബ്ബിർ, മുതിർന്നവർ സംസാരിക്കട്ടെ മോനെ, മുതിർന്നവർ സംസാരിക്കട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങളുടെ കൂടെ വന്ന റാഫി' എന്നവരും സഹൽ എന്നവരും ഉണ്ടല്ലോ, അവരല്ലേ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്നവർ, അവർ സംസാരിച്ചോട്ടെ മോനെ. മുതിർന്നവരെ, കാരണവന്മാരെ, പ്രായം കൊണ്ട് മുന്തിയ ആളുകളെ, നിങ്ങളെക്കാളും ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ളവരാണവർ. പ്രായം കൊണ്ട് മുമ്പിലാണ്, അനുഭവങ്ങൾ കൊണ്ട് മുമ്പിലാണവർ, പക്വത കൊണ്ട് മുമ്പിലാണ്. അതുകൊണ്ട് മോനെ കബ്ബിർ കബ്ബിർ, നിങ്ങൾ മുതിർന്നവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം, അവരെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ആ മുതിർന്നവർക്ക് വേദന ഉണ്ടാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സ് പ്രായമുള്ളപ്പോ
യമാമയിലേക്കുള്ള റോമിലേക്കുള്ള യുദ്ധത്തിന്റെ സൈന്യം നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ സൈന്യത്തിന്റെ നേതാവായി നബി തങ്ങൾ നിയോഗിച്ചത് 17 വയസ്സുള്ള മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതേ ദൗത്യം പുണ്യനബി ജീവിച്ചിരിക്കുമ്പോൾ അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്തത് പുണ്യനബി പറഞ്ഞ ആ ഒരു എക്സ്പെഡിഷൻ പോകട്ടെ, ആ ഒരു സൈന്യ നടപടി നടക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ തങ്ങളുടെ സൈന്യത്തെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നു. മദീനയിലാണ് സംഭവം. അപ്പൊ ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഈ 17 വയസ്സുള്ള മീശ മുളക്കാത്ത ചെറുപ്പക്കാരനെ ആണോ ഉമർ എന്നവരും ഉസ്മാൻ എന്നവരൊക്കെ അടങ്ങുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരൊക്കെ അടങ്ങുന്ന 50ഉം 60ഉം 70ഉം വയസ്സുള്ള സ്വഹാബിമാരുടെ നേതാവ് ഈ 17 വയസ്സുള്ള ആളോ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നേതാവായി അയച്ചത് റസൂലുള്ളാഹി തങ്ങൾ നേതാവായി തെരഞ്ഞെടുത്ത ഒരാളെയാണ്. വയസ്സവിടെ പ്രശ്നമായില്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന്നും സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തങ്ങൾ പറഞ്ഞു, ഇൻ തുഅൻതും ഫീ, ഉസാമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉസാമയുടെ ഉപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ചും നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാനുണ്ടായിരുന്നു അന്ന്. എന്നാൽ അറിയണം, സെയ്ദ് ഇബ്നു ഹാരിസ എനിക്കിഷ്ടപ്പെട്ട ആളാണ്. ഉസാമ ആ വാപ്പയ്ക്ക് ശേഷം നേതൃത്വത്തിന് യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഉസാമ തങ്ങൾ അവരുടെ വാപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആരൊന്നും പറഞ്ഞില്ല. പുണ്യനബി തങ്ങളുടെ ആ ഒരു തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിട്ട് ഉസാമ തങ്ങൾ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീനയിൽ നിന്ന് സൈന്യം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലിൽ ചെരുപ്പില്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മദീന പള്ളിയുടെ മുമ്പിലൂടെ മണലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉസാമ തങ്ങൾ ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ്, സിദ്ദീഖ് തങ്ങളെ ഇതെന്താണ്? എന്റെ കൂടെ നിങ്ങൾ നടക്കേ? പറ്റില്ല, ഞാനിവിടെ നിന്ന് താഴെ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ നടക്കാം. നിങ്ങൾ നടക്കുകയും ഞാൻ മേലെ നിൽക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പള്ളി കമ്മിറ്റിയിലെങ്കിലും ചെറുപ്പക്കാരൊക്കെ കയറി വരുമ്പോഴേ മുതിർന്ന ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അർഹതയും ഒരു സ്ഥാനവും നൽകപ്പെടുമ്പോഴേ ഇത് എന്റെ മെച്ചം കൊണ്ടാണ് എന്നൊരിക്കലും തോന്നിപ്പോകരുത്. ഉസാമ തങ്ങൾ ചെയ്ത പണി നോക്കണം. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസാമ നിങ്ങൾ ഇറങ്ങൂല, ഞാൻ കയറൂല. ഒരൽപ്പനേരം എന്റെ കാലിൽ ചിരി മണ്ണായി എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമുള്ളത്, ഞാൻ നടന്നോളാം, നിങ്ങൾ ഇറങ്ങരുത്. ചോദിച്ചു, ഉസാമ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കണേ എന്തൊരു അദബാണിത്. സിദ്ദീഖ് എന്നവരാ ചോദിക്കുന്നത്. സ്വാഹിബു റസൂലില്ലാഹി ഫിൽ ഗാർ, ഹബീബിന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്നവര്, ഉസാമ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ് ഉസാമ തങ്ങളോട്. 17 വയസ്സുള്ള മീശ മുളക്കാത്ത സ്വഹാബിയാണ്, റോമിലേക്ക് പോകുന്ന സൈന്യത്തിന്റെ നേതാവ്. 1000-ഓളം വരുന്ന സ്വഹാബിമാർ ഈ മോന്റെ ചെറുപ്പക്കാരന്റെ പിറകിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സിദ്ദീഖ് എന്നവരൊരു ചോദ്യം ചോദിച്ചു. ഇത് മാതൃകയാണ്. മുതിർന്നവർ ചെറിയ ആളുകളെ, കഴിവുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ നേതൃത്വം അംഗീകരിക്കണം. ചെറിയ ആളുകൾ മുതിർന്ന ആളുകളെ അവമതിക്കരുത്, ബഹുമാനമില്ലാതെ പെരുമാറുകയും അരുത് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണിത്. ഉസാമ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, ചോദിച്ചോളൂ സിദ്ദീഖ് എന്നവരെ, എന്താ വേണ്ടത്? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മദീനയിൽ ഒറ്റയ്ക്കാണ്. ഒരുപാട് മുർത്തദ്ദുകൾ സകാത്ത് തരില്ലെന്ന് പറഞ്ഞും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടും ഭീഷണി ഉയർത്തുന്ന ഈ സമയത്ത് എനിക്ക് മദീനയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്റെ കൂടെ 1-2 ആളുകളെ എനിക്ക് വിട്ടുതരണം. ഉമർ എന്നവരെ എനിക്ക് വിട്ടുതരുമോ? ഉസ്മാൻ എന്നവരെ വിട്ടുതരുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ വേണം.
ഉസാമ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ എൻ്റെ കൂടെ ഞാനിവിടെ മദീനത്ത് ഒറ്റക്കായി പോകും. എൻ്റെ കൂടെ സഹായത്തിന് 1-2 ആളുകളെ നിങ്ങൾ വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയെ, ആരെ നിങ്ങൾക്ക് വേണമോ അവരെ നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എൻ്റെ സൈന്യത്തിനെന്ന് ആ നേതാവിനോട് ബഹുമാനത്തോടെ മറുപടി കൊടുത്ത ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉമർ തങ്ങളും മഹാനായ ഉസ്മാൻ എന്നവരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും സിദ്ദീഖ് തങ്ങളുടെ കൂടെ മദീനയിലാകുന്നത്. സമ്മതം ചോദിച്ചു വാങ്ങി. സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ സിദ്ദീഖ് എന്നവരെ? നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എനിക്ക് എൻ്റെ സൈന്യത്തിന് എന്ന് തിരിച്ചു പറഞ്ഞ ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറയുന്ന മറുപടി അങ്ങനെയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആലിമായ സ്വഹാബിയാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളും ആലിമല്ലാത്തവരുണ്ട്, ഹാഫിദീങ്ങളും ഹാഫിദീങ്ങളല്ലാത്തവരുണ്ട്. സ്വഹാബികളിലെ ഉയർന്ന സ്ഥാനക്കാരായ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഉണ്ട് അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച്. പക്ഷേ സ്വഹാബികളിലെ ആലിമും മിൻ ഉലമാഇ സ്വഹാബയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ ജംഅ ചെയ്യുന്നതിന് മുൻകൈയെടുത്ത മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ടാസ്ക് ഏൽപ്പിച്ചത് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളാണ് ഉസാമ തങ്ങളുടെ ഉപ്പ, നബി തങ്ങളുടെ പോറ്റുമോൻ. അവരല്ല, ഇത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ എളാപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് മദീന പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ കാല് ചവിട്ടുന്ന ഒരു കയറ് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. കാല് ചവിട്ടിപ്പിടി, അന്നത്തെ ബ്രേക്ക്. കഴുതപ്പുറത്ത് മഹാനായ തങ്ങളായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കഴുതപ്പുറത്ത് വന്നപ്പോ മഹാനവറുകൾക്ക് ഇറങ്ങാൻ വേണ്ടി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ റികാബ് കയ്യിൽ പിടിച്ചുകൊണ്ട്, ചവിട്ടുന്ന സ്ഥലം കൈകൊണ്ട് പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകളെ താഴേക്ക് ഇറക്കുമ്പോ വയസ്സെത്രയെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 20-ൽ താഴെ വയസ്സ്. 20-ൽ താഴെ. സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ അവരെക്കാളും എത്രയോ മുതിർന്ന വയസ്സ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ്, തങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ ഇറങ്ങാൻ നിൽക്കുമ്പോ കാല് വെക്കുന്ന സ്ഥലത്ത് ഈ മഹാപണ്ഡിതൻ കൈ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ താഴെ ഇറങ്ങിക്കോളൂ. അപ്പൊ പറഞ്ഞു സയ്യിദ് ഇബ്നു സാബിത്തേ, നിങ്ങളെപ്പോലുള്ള ഒരാൾ ഞാൻ കാല് വെക്കുന്ന സ്ഥലം കൈകൊണ്ട് പിടിക്കുകയോ, ഞാൻ ഇറങ്ങിക്കോളാം. പറ്റില്ല എന്ന് പറഞ്ഞു. കൈ പിടിച്ചു കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവര് കൈ പിടിച്ച് ഇറങ്ങുമ്പോ ആ കൈ പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈ ഇങ്ങനെ മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അൽ മുഅല്ലിമുൽ അഅ്ളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന തങ്ങളായ സ്വഹാബി, ചെറുപ്പക്കാരനായ മുഫസ്സിറായ സ്വഹാബി താഴെ ഇറങ്ങിയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി ഉലമാഇനാ വ കുബറാഇനാ, ഈ ഉമ്മത്തിലെ മുതിർന്ന ആളുകളോടും ഈ ഉമ്മത്തിലെ ആലിമീങ്ങളെയും കാണുമ്പോൾ അവരുടെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങൾ അഹ്ലു ബൈത്തിനോടും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സയ്യിദ് ഒരു ആലിമിന്റെ കൈ പിടിച്ച് മുത്തുന്നു, ഒരു ആലിം ഒരു സയ്യിദിന്റെ കൈ പിടിച്ച് മുത്തുന്നു. ഈ രണ്ട് ബഹുമാനവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് എന്ന് പറയുന്നത് രണ്ട് സ്വഹാബിമാർ. അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ശരീഅത്ത്. മനുഷ്യരുടെ അഭിമാനം വലുതാണ്. ബഹ്റൈൻ എന്ന പേരുള്ള ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്സാ എന്ന് പറയുന്ന പ്രദേശം, പഴയ കാലത്തെ ബഹ്റൈൻ എന്നാണ് പറയാ. ഇന്നത്തെ ബഹ്റൈൻ അന്നില്ല. അന്ന് ബഹ്റൈൻ ഉണ്ട്, അത് ഇപ്പോഴത്തെ അഹ്സാ ആണ്. അവിടെ നിന്ന് മഹാനായ സ്വഹാബി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു
ഇസ്ലാമിന്റെ ഭരണകൂടത്തെ അവിടെ നിന്ന് മഹാനായ ഹബീബിന്റെ കാലത്ത് സമ്പത്തുമായി കടന്നു വന്നപ്പോ, അവിടെ നിന്ന് സക്കാത്തുമായി കടന്നു വന്നപ്പോ, സ്വതക്കകളുമായി കൊണ്ടുവന്നപ്പോ, മദീന പള്ളിയുടെ ഉള്ളിലെന്ന സ്വഹാബികൾ സുബഹി നിസ്കാരത്തിന് തിക്കും തിരക്കുമായിരുന്നു. പൈസ വന്നിട്ടുണ്ട്, സമ്പത്ത് വന്നിട്ടുണ്ട്, പട്ടിണി മാറാറായിട്ടുണ്ട്. ബഹ്റൈൻ എന്ന അന്ന് വിളിക്കുന്ന അഹ്സാ, ഇന്നത്തെ അഹ്സാ, ഒരുപാട് മുതലാളിമാരുള്ള നാടാണ്. അപ്പൊ സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സക്കാത്ത് എത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ അർഹരായ സുഹാബിമാർ ഹബീബിന്റെ പള്ളിയിലേക്ക് ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. സ്വഹാബിമാർ തങ്ങളോട് എന്തെങ്കിലും പറയുന്നതിന്റെ മുമ്പ് അവർക്ക് വേണമെങ്കിൽ പറയാം, നബിയെ, അബൂ ഉബൈദ തങ്ങൾ ഇന്നലെ വന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, തരാനുണ്ടോ നബിയെ എന്ന് ഹബീബിനോട് ചോദിക്കാം. പക്ഷേ തങ്ങൾ അവരത് ചോദിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഒരൽപ്പം അഭിമാനത്തിന് കുറവ് വരുന്ന വിഷയമാണ്. അതുകൊണ്ട് പുണ്യനബി സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്നു. ഒരാമുഖവുമില്ല. അദുന്നുക്കും, ഞാൻ മനസ്സിലാക്കുന്നു, അന്നക്കും സമിഅ്തും അന്ന അബൂ ഉബൈദ ഖദിമ മിനൽ ബഹ്റൈൻ, അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ അറിഞ്ഞു. അവരത് ചോദിക്കാൻ മടിയുണ്ടാവും. അപ്പൊ തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞല്ലേ? ഫഅബ്ശിറൂ വഅമ്മിലൂ മാ യസുറുക്കും, അതുകൊണ്ട് സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് സന്തോഷിപ്പിച്ചു തരാം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നുപെടുമോ എന്നല്ല ഞാൻ പേടിക്കുന്നത്, നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് ധാരാളമായി വരികയും ആ സമ്പത്തിന്റെ പിറകിൽ നിങ്ങൾ നെട്ടോട്ടം ഓടുകയും മത്സരിക്കുകയും ചെയ്യുമോ? അങ്ങനെ മുൻഗാമികൾ നശിച്ചുപോയ പോലെ സമ്പത്തിന്റെ പിറകിൽ നടന്ന് നിങ്ങൾ നശിച്ചു പോകുമോ? ചിന്തയും കഴിവുകളും അറിവും ജ്ഞാനവും ഇതെല്ലാം ഉപയോഗിക്കേണ്ടതിന് പകരം സമ്പത്തിന്റെ പിറകിൽ മാത്രം നടന്ന് നിങ്ങളുടെ സംസ്കാരം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഈ സുബ്ഹി നിസ്കാരത്തിന്റെ സംസാരത്തിലാണ്. സ്വഹാബിമാർ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. അവർക്ക് കിട്ടേണ്ടത് പൈസയായിരുന്നു, ദാരിദ്ര്യം കൊണ്ടാണ്, പ്രയാസം കൊണ്ടാണ്. പക്ഷേ അവരത് ചോദിക്കുന്നത് പോലും നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന്റെ ചിന്തകളെ നബി തങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ രസകരമായ ചരിത്രമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടതായിരിക്കാം. രണ്ട് കൂട്ടുകാർ, അവരും മിഖ്ദാദ് എന്നവരും മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. വഖദ് ദഹബത് അസ്മാഉനാ വഅബ്സാറുനാ മിനൽ ജഹദ്, ക്ഷീണിച്ചിട്ട് കണ്ണും കാതും വർക്ക് ചെയ്യുന്നില്ല. പറഞ്ഞാൽ കണ്ണും കാണുന്നില്ല, കേൾക്കുന്നില്ല, വിശപ്പ് കൊണ്ട് മദീനയിൽ വന്നു. ഫജഅൽനാ നഅരിദു അൻഫുസനാ അലാ അസ്ഹാബി റസൂലില്ലാഹ്, സ്വഹാബിമാരെ കണ്ട് മദീനയിൽ അവരോടൊക്കെ ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടോ, ഞങ്ങൾക്ക് വെള്ളമുണ്ടോ, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു ഇടം തരുമോ? ആരും അവരെ സ്വീകരിക്കുന്നില്ല. ഫഅതൈന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഭയമില്ലാത്തവർക്ക് അഭയമായ ഒരാൾ അവിടെയുണ്ട്, പേടിയുള്ളവർക്ക് അഭയം നൽകാൻ ഒരാൾ അവിടെയുണ്ട്. جاءت إليه حمامة مشتاقة تشكو إليه بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. ഓടി വന്ന മാടപ്രാവ്, പേടിച്ചു വന്ന മാടപ്രാവ് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് സഹിക്കാൻ കഴിയാതെ ഹബീബേ അങ്ങയുടെ അരികത്ത് വന്ന് പരാതി പറഞ്ഞല്ലോ നബിയേ.
جاءت إليه حمامة مشتاقة تشكو إليه بقلب صب واجف. ഹൃദയത്തിൽ ഒരു ഉമ്മയായി തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള അടക്കാത്ത സ്നേഹമുള്ള ഒരു മാതൃഹൃദയവുമായി പുണ്യനബിയോട് പരാതി പറയാൻ വന്ന ഒരു പ്രാവിന്റെ കഥയുണ്ട്. സ്വഹാബിമാർ ആ പ്രാവിന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുവന്നപ്പോ من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. ആയിരത്തോളം വരുന്ന സ്വഹാബിമാർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവിന്റെ 2 കുഞ്ഞുങ്ങളെ 2 സ്വഹാബിമാർ പിടിച്ചു കൊണ്ടുവന്നത്. 1000 ആളുകൾ നടന്നു പോകുന്ന മാർച്ചിനിടയിൽ ആരാണാവോ ആ പ്രാവിനോട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഹബീബായ റസൂലായ അങ്ങയോടാണ് പരാതി പറയേണ്ടത് എന്ന് ആര് പ്രാവിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു? കാരണം മറ്റാരുടെയും അരികത്ത് പോകാതെ ഹബീബിന്റെ അരികത്ത് വന്നുകൊണ്ടാണ് ആ ഹമാമ, ആ പ്രാവ് പരാതി പറഞ്ഞത്. ആരോടൊക്കെ പറയാമായിരുന്നു? ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ تشكو إليه بقلب صب واجف. من أخبر الورقاء أن مقامكم حرم وأنك ملجأ للخائفين. പേടിക്കുന്നവർക്ക് അഭയമാണ് നബിയേ അങ്ങ്. അങ്ങ് ഹറമാണ്, സുരക്ഷിതമായ അള്ളാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് സാങ്ച്വറിയാണെന്ന് ആരാണാവോ ഈ പ്രാവിനോട് പറഞ്ഞു കൊടുത്തത് എന്ന് കവി ചോദിക്കുന്നു. ഹബീബായ നബി തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒരു ദിവസം ഇന്നി ലഅലമു ഇദാ കുൻതി അന്നി റാദിയ വഇദാ കുൻതി അലയ്യ ഗദ്ബാ. മനുഷ്യരുടെ മനസ്സുകളുടെ അവസ്ഥകളെ അറിയാൻ പറ്റുന്ന വിധം ഒരു മനുഷ്യന്റെയും മനസ്സിന് വേദനയുണ്ടാകാത്ത വിധം മനുഷ്യരുടെ വികാര വിചാരങ്ങളെ, തോന്നലുകളെ, അവസ്ഥകളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയും റസൂലുള്ളാഹി തങ്ങളും എന്തെങ്കിലും സംസാരത്തിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പൊ ഇടക്കിടക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കുച്ച് റൂഠി ബിഹോ കുച്ച് ശിക്കായത്ത് ബിഹോ, ചിലപ്പോ കുറച്ച് പരാതികൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും. റൂഠന എന്ന ഉറുദുവിൽ പറയുമ്പോൾ പിണങ്ങുക എന്നാണ്. കുച്ച് റൂഠി ബിഹോ കുച്ച് ശിക്കായത്ത് ബിഹോ റൂഠനെ മേ മസാ സിയാദാ ഹൈ. പിണക്കങ്ങളിൽ സ്നേഹം കൂടുതലുണ്ടാകുന്ന പറയാ. കൂടുതലില്ലെങ്കിൽ പിണങ്ങാൻ പോണ്ടേ. പിണക്കങ്ങൾ ചിലപ്പോഴേ പരസ്പരം തെറ്റിദ്ധാരണ കൊണ്ടോ ധാരണ പിശക് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. അപ്പൊ തങ്ങളും ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ തങ്ങൾ പറഞ്ഞു, ബീവി എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാണ് ദേഷ്യമില്ലാത്തത് എന്ന്. സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട വളരെ സ്വഹീഹായ ഹദീസാണിത്. ഇതിന്റെ വല്ലാത്തൊരു അത്ഭുതം, ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ പരസ്പരം സെന്റിമെന്റ്സുകൾ അറിയണം എന്ന് പറയും, അല്ലെങ്കിൽ ഇമോഷൻസ് റീഡ് ചെയ്യാൻ കഴിയണം, ഭാവങ്ങളെ, തോന്നലുകളെ, ധാരണകളെ മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്താണ്, എങ്ങനെയാണ് അങ്ങേക്കതറിയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ചർച്ച നടക്കുമ്പോ അല്ലെങ്കിൽ വാദിക്കുമ്പോഴേ നിങ്ങളുടെ വാദം ശരിയാണ് എന്ന് പറയാൻ വേണ്ടി ബീവി നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി തങ്ങളുടെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ചിലപ്പോൾ നിങ്ങൾ പറയും ലാ വറബ്ബി ഇബ്രാഹിം, അല്ല ഇബ്രാഹിം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം.
ഞാനിവിടെ മുമ്പിലുണ്ടായിരിക്കെ എൻ്റെ പേര് പറയാതെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറഞ്ഞ് ഇബ്രാഹിം നബിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞതാ ശരി എന്നൊക്കെ ആയിഷ ബീവി നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഇച്ചിരി റിസെന്റ്മെന്റ്സ്, ഒരു ചെറിയൊരു വെറുപ്പ് എന്ന് തന്നെ പറയാൻ പാടില്ല. ആയിഷ ബീവിക്ക് തങ്ങളോട് വെറുപ്പൊന്നുമില്ല, എന്നാലും ഒരു ദേഷ്യം ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അമർഷം വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും നിങ്ങൾ പറയും ലാ വറബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. നമുക്ക് അള്ളാഹുവിനെ റബ്ബ് തആലയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ കുട്ടിനെ തന്നെ സത്യം എന്ന് പറയാൻ പാടില്ല, ഉമ്മാനെ തന്നെ സത്യം അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബ് തആലയുടെ സിഫത്തുകളെ സംബന്ധിച്ചോ അത് വെച്ചുകൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പൊന്നാര നബിയെ, ആ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക്, എനിക്ക് ദേഷ്യം വന്നാൽ അങ്ങയുടെ പേര് ഞാൻ അവിടെ പറയില്ല, അത്രയേ ഞാൻ ചെയ്യാറുള്ളൂ, അതിലുപരി ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് അങ്ങ് മനസ്സിലാക്കിയല്ലേ നബിയെ. എന്നാൽ ഇവിടെ മുതൽ, ഇന്ന് മുതൽ ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ അങ്ങനെ പറയൂല. എപ്പോഴും ലാ വറബ്ബി മുഹമ്മദിൻ, അല്ലല്ല ഞാൻ പറഞ്ഞതാണ് ശരി, മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഇനി അങ്ങനെ പറയുള്ളൂ, ഇനി മുതൽ അങ്ങയുടെ പേര് പറയാതിരിക്കുന്നത് പോലും ഞാൻ ചെയ്യില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഒന്ന്, ദേഷ്യപ്പെടുമ്പോഴേ ഒന്നും മിണ്ടാതിരിക്കുക എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ദേഷ്യപ്പെടുമ്പം മിണ്ടാതിരിക്കുക, അവിടെ നിന്ന് എണീറ്റ് പോരാ, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. ദേഷ്യം വരുമ്പോൾ പലതും നമ്മൾ ചെയ്തു പോകും, പറഞ്ഞു പോകും, ചിലതൊക്കെ പിന്നീട് ഖേദിക്കേണ്ടി വരും. ആ നേരത്തെ പറഞ്ഞു പോകുന്ന വാക്കുകളുടെ അതിൻ്റെ ഭാരവും അതിൻ്റെ ആഴവും മുറിവും അതിൻ്റെ നോവലുമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നേക്കും. അപ്പോൾ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, സഹോദര സഹോദരിമാരെ, ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് പുണ്യനബിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴും നമ്മുടെ എഴുത്തുകളിൽ, സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ശരിക്കും ദീൻ ആദ്യം പഠിക്കണം. ദീൻ പഠിച്ചിട്ടാണ് പിന്നെ ബാക്കി ആവേശങ്ങളൊക്കെ കാണിക്കേണ്ടത്. ദീൻ മാത്രം പഠിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ എഴുതാണ്. നമുക്കങ്ങനെ എഴുതാൻ പാടില്ല. നമുക്കവിടെ അച്ചടക്കം പാലിക്കണം, കുറച്ച് ഡിസിപ്ലിൻ പാലിക്കാനുണ്ട്. നമുക്ക് തോന്നിയതൊന്നും പറയാനോ എഴുതാനോ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെ ദേഷ്യപ്പെടാനുണ്ട്, എന്തൊക്കെ പറയാനുണ്ട്, പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ പുണ്യനബി തങ്ങളുടെ ഇടപെടൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം അതാണ്. അവരായിരുന്നു നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈനാ റസൂലല്ലാഹ്, ഞങ്ങൾ ഹബീബിന്റെ അരികത്ത് വന്നുവല്ലോ, തങ്ങളോട് പറഞ്ഞു, നബിയേ, ആരും അഭയം തരാൻ കൂട്ടാക്കുന്നില്ല, ആരെക്കൊണ്ടും ആവുന്നില്ല. ഞാനും എൻ്റെ 2 കൂട്ടുകാരും മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്ക് അഭയം തരണം നബിയേ. സമ്മതം, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഇതാ 3 ആടുകൾ നമുക്കുണ്ട്. ആ ആടുകളുടെ പാല് കറന്നു വെച്ച് നമ്മൾ 4 പേരായി ഓഹരി വെക്കും, ഓരോരുത്തരും ഓരോ കപ്പ് പാല്. രാത്രി അതാണ് ഭക്ഷണം, ഉച്ചക്കും അത് തന്നെയാണ്. ധാരാളം മതി നബിയേ, ഞങ്ങൾക്ക് സന്തോഷമായി. ഫകുന്നാ നഹ്തലിബു ഫയശ്റബു കുല്ലു ഇൻസാനിൻ നസീബ, ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഓഹരി വെച്ച പാല് തന്നെ കുടിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അരികത്തേക്ക് പിശാച് കടന്നു വന്നു എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്നുമല്ല, രാത്രി വിശക്കുന്നുണ്ട്, ഹബീബിന്റെ 1 കപ്പ് പാല് അടുക്കളയിൽ തന്നെ കിടക്കുന്നു. നബി തങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, സമയം വൈകിയല്ലോ, ഇനി ഹബീബ് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എൻ്റെ 2 കൂട്ടുകാർ മദീന പള്ളിയിൽ കിടക്കുകയാണ്. ഞാനാണെങ്കിലോ ഹബീബിന് എടുത്തു വെച്ച പാല് എനിക്ക് കുടിക്കണം എന്ന ആഗ്രഹത്തിൽ എൻ്റെ മനസ്സിൽ പിശാച് പലതും പറഞ്ഞു. നബി തങ്ങൾ അൻസ്വാരികളുടെ വീട്ടിലേക്കല്ലേ പോയത്, അവര് ഭക്ഷണം കൊടുക്കുന്നവരാ, അവര് നബി തങ്ങളെ സൽക്കരിക്കുന്നവരാണ്, അതുകൊണ്ട് പുണ്യ നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്.
പിശാച് പറഞ്ഞ് മിഖ്ദാദ് എന്നവർ ഹബീബിന്റെ പാല് കുടിച്ചു റളിയല്ലാഹു അൻഹു, തങ്ങൾക്ക് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിനുള്ളിലേക്ക് സങ്കടം കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങളെങ്ങാനും വിശന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ പാലിന്റെ ഒരു കപ്പ് പാല് നബി തങ്ങൾക്ക് വേണമെന്നിരിക്കെ ഞാനത് കുടിച്ചു തീർത്തു കഴിഞ്ഞല്ലോ. ഇനി ഹബീബായ നബി തങ്ങളെങ്ങാനും വരികയാണെങ്കിൽ എന്നോട് നബി തങ്ങൾ പിണങ്ങുമോ, എന്നോട് ദേഷ്യം തോന്നുമോ, എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ? വൈഹക യാ മിഖ്ദാദ്, മിഖ്ദാദേ നീ എന്ത് ചെയ്തുവെന്ന് എന്റെ ശരീരം എന്നോട് ചോദിക്കാൻ തുടങ്ങി. വൈഹക് മാദാ സനഅത് അശരിബ്ത ശറാബ മുഹമ്മദിൻ, ഹബീബായ നബി തങ്ങളുടെ ഭക്ഷണമല്ലേ നീ കഴിച്ചത് എന്ന് സ്വന്തം ശരീരം ചോദിക്കാൻ തുടങ്ങി. ഇതാ ഹബീബായ നബി തങ്ങൾ വരുന്നു. ഹബീബായ നബി തങ്ങൾ ഫയദഉ അലൈക്, എന്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി, നബി തങ്ങൾ നിനക്കെതിരെ ദുആ ചെയ്യും. ഫതഹ്ലിക, അങ്ങനെ മിഖ്ദാദേ നിങ്ങൾക്ക് നാശം സംഭവിക്കും. ഫതദ്ഹബു ദുനിയാക വആഖിറതുക, ഞാൻ പേടിച്ചു, വല്ലാതെ പേടിച്ചു. വേണ്ടായിരുന്നു, ഒരു കപ്പ് പാലല്ലേ, ഞാൻ കുടിക്കേണ്ടതില്ലായിരുന്നു. വല്ലാത്ത സങ്കടായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോൾ ഉറങ്ങിയതുപോലെ കിടക്കാം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു മഹത്വം ഇവിടെ കാണാൻ കഴിയും. മിഖ്ദാദ് എന്നവർ പറയുന്നു, അലയ്യ ശംല ഇദാ വളഅതുഹാ അലാ ഖദമി ഖറജ റഅസി, എനിക്കൊരു പുതപ്പുണ്ട്, കാല് പുതച്ചാൽ തല പുറത്ത്, തല മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്ത്. ഞാൻ തലയും മൂടി ഒരു കിടത്തം കടന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹബീബ് വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക എന്ന പ്രതീക്ഷയിൽ ഹബീബിന്റെ പാല് കുടിച്ചിട്ടാണ് മിഖ്ദാദ് എന്ന നബിയുടെ അതിഥി പരിശുദ്ധ പള്ളിയിൽ കിടക്കുന്നത്. തങ്ങൾ കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസല്ലമ കമാ കാന യുസല്ലിം, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുന്ന ഹബീബ് ثم أتى المسجد, സലാം പറഞ്ഞു, പള്ളിയിൽ കയറി. ഫസല്ലാ, മസ്ജിദിൽ 2 റക്അത്ത് ഹബീബ് നിസ്കരിച്ചു. പുണ്യനബി പാല് കുടിക്കുന്നിടത്തേക്ക്, പാല് വെച്ചിടത്തേക്ക് പോകുന്നത് മിഖ്ദാദ് എന്നവർ അറിയുകയാണ്. നബി തങ്ങൾ സലാം പറഞ്ഞ ഒരു മഹത്വമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉണരാതെ, എന്നാൽ ഉണർന്നു കിടക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം, ഉറങ്ങിയ ആളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറങ്ങാതെ കിടക്കുന്ന ഒരാൾക്ക് കേൾക്കാനും പറ്റുന്ന ശബ്ദത്തിലാ പുണ്യനബി സലാം പറയുന്നത്. മിഖ്ദാദ് എന്നവർ മെല്ലെ അത് കേട്ടു, എന്നാൽ അറിയാത്ത പോലെ കിടന്നു. ഹബീബ് പാല് വെച്ചിടത്തേക്ക് പോവുകയാണ്. فكشف عنه فلم يجد فيه شيئا, പാലിന്റെ പാത്രം കോപ്പ നബി തങ്ങൾ തുറക്കുന്നതൊക്കെ മിഖ്ദാദ് എന്നവർ അറിയുന്നു. അതിൽ പാലില്ലെന്നും നബി തങ്ങൾ അറിയുന്നു. പുണ്യ നബി ഇതാ ആകാശത്തേക്ക് കൈയുയർത്താൻ പോവുകയാണ്. മിഖ്ദാദ് എന്നവർ കണ്ണിലൂടെ കാണുന്നുണ്ട് ആ നേരിയ വെളിച്ചത്തിൽ, അല്ലാഹുവേ എന്റെ പാല് കുടിച്ചവനെ നീ നശിപ്പിക്കണേ എന്ന് പറയുമോ എന്ന് പേടിച്ചിരിക്കുമ്പോ പുണ്യനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. പടച്ചവനെ ഭക്ഷണമില്ല റബ്ബേ, വിശക്കുന്നുണ്ട്, കുടിക്കാനൊന്നുമില്ല റബ്ബേ, ദാഹമുണ്ട്. ആരാണോ എനിക്ക് ഭക്ഷണം തരുന്നത് അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നീ കൊടുക്കണേ. ആരാണോ എനിക്ക് കുടിക്കാൻ കൊണ്ടുതരുന്നത് അവർക്ക് നീ ദാഹം തീർത്ത് കൊടുക്കണമേ എന്ന് പുണ്യനബി ദുആ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എതിരായി ദുആ ചെയ്യുമോ എന്ന് പേടിച്ചപ്പോൾ ദുആ ചെയ്യുന്നത്, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമന
പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ നിന്റെ സ്വർഗീയ ഭക്ഷണം കൊടുക്കണമേ. വസ്ഖിമൻ സഖാന, ഞങ്ങൾക്ക് കുടിക്കാൻ പാനീയം തന്നവർക്ക് റബ്ബേ നീ കൊടുക്കണമേ നിന്റെ സ്വർഗീയ പാനീയങ്ങൾ. ആ ഒരു പ്രാർത്ഥനയേക്കാൾ എന്താണ് നമുക്കിനി വേണ്ടത്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ചാടി എണീറ്റിട്ട് മഹാനവറുകൾ പറയുന്നു, എൻ്റെ റസൂല് ദുആ ചെയ്തല്ലോ, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഈ രാത്രിക്ക് രാത്രി ഹബീബിന് വേണ്ടി ആടിനെ അറുത്ത് ഞാൻ പാകം ചെയ്തു വേവിച്ച് നബി തങ്ങൾക്ക് കൊടുക്കും. ചാടി എഴുന്നേറ്റു. കത്തിയുമായി ഓടുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? അപ്പൊ ഉറങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വരാം നബി, ഇപ്പൊ വരാം. എന്നിട്ട് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ആടിന്റെ അകിടുകൾ മെല്ലെ ഒന്ന് തടവി നോക്കി. പാല് കറന്നു വെച്ച ആടുകളാണിത്. ഇനി ഒരിക്കലും നേരം പുലരുന്നതിന് മുമ്പ് ഇനി അകിടുകൾ നിറയാൻ സാധ്യതയില്ല. പക്ഷേ മുഅ്ജിസത്തൻ ലിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ആടിന്റെ അകിടുകൾക്ക് പാല് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വിചാരിച്ചു, എന്നാൽ അറവ് നടത്തണ്ട, ആടിനെ അറുക്കരുത്. അങ്ങനെ പാല് കറന്നു, ഒരുപാട് പാല് കിട്ടി. ഹത്താ അലതുഹു റഗ്വ, ഞാൻ ആ പാത്രത്തിൽ നുര പൊന്തുന്നവരെ പാല് കറന്നു. എന്നിട്ട് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കൂ നബിയേ, അള്ളാഹുവിന്റെ ദൂതരെ. ഇശ്റബ്, ഇനിയും കുടിച്ചോളൂ. ഇശ്റബ്, ഇനിയും കുടിക്കൂ നബിയേ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ദാഹവും വിശപ്പും നബി തങ്ങൾക്ക് മാറി എന്ന് വന്നപ്പോൾ ലഹിഖ്തു, ഞാനങ്ങ് ചിരിച്ചു എന്ന് പറഞ്ഞു മിഖ്ദാദ് എന്നവര്. ഞാൻ എന്നിട്ട് ഇസ്തൽഖൈതു അലാ ഖഫായ, ഞാൻ പള്ളിയിൽ മലർന്നങ്ങോട്ട് വീണു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണു. പുണ്യനബി ചോദിച്ചു, യഹ്ദാ സൗആതിക യാ മിഖ്ദാദ്, പള്ളിയിൽ മലർന്ന് കിടന്ന് ചിരിച്ചു ഉരുണ്ട് മറിയുമ്പോ നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ നിങ്ങളുടെ വസ്ത്രം ഔറത്ത് കണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങളുടെ ഔറത്ത് നോക്കണേ, ഔറത്ത് നോക്കണേ. അപ്പൊ നബി തങ്ങളോട് പറയുന്നു, നബിയേ ഉണ്ടായ കഥ പറയാം. അങ്ങയുടെ പാല് കുടിച്ച ആള് ഞാനാ നബിയേ. പേടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്യുമോ? അങ്ങ് ദുആ ചെയ്തല്ലോ, എനിക്കാര് ഭക്ഷണം നൽകുന്നുവോ അവർക്ക് ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എനിക്ക് വേണം. തങ്ങൾ പറഞ്ഞു, നിന്റെ 2 കൂട്ടുകാർ ഉറങ്ങുന്നില്ലേ, അവരെയും വിളിക്ക്, പാലുണ്ടല്ലോ. വേണ്ട നബി, അവര് രാവിലെ കുടിച്ചാൽ മതി. എന്റെ റസൂൽ അങ്ങ് കുടിച്ചാൽ അത് മതി എനിക്ക്. അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് വേണം. അവരൊക്കെ അവരുടെ ഓഹരി കുടിച്ച് കിടന്നവിടെ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ് ലാ ഉബാലി മൻ ശരിബ ബഅദക ബഅദമാ ശരിബ്ത യാ റസൂലല്ലാഹ്, അങ്ങ് കുടിച്ചാൽ മതി നബിയേ. പുണ്യ നബിയാണെങ്കിലോ അവിടുത്തെ ഭക്ഷണം എടുത്ത് കുടിച്ച ഒരാളെ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത വിധം അള്ളാഹുവിനോട് റഹ്മത്തിന് ദുആ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. കുടിക്കാൻ തന്നവർക്ക് നീ സ്വർഗത്തിലെ പാനീയം കൊടുക്കണേ റബ്ബേ. അതെന്തൊരു വലിയ മഹത്വമാണ്. നമ്മുടെ നാടുകളിൽ ദർസ് നടക്കുമ്പോൾ ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിരുന്ന സമ്പ്രദായങ്ങൾ ഇന്നുമുണ്ട്. എത്രയോ കാലങ്ങളായി ആ വീട്ടുകാർക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ മഹത്വം എത്രയാണെന്നറിയുമോ? ഹബീബ് പഠിപ്പിച്ച ദുആയാണത്. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ വസ്ഖിമൻ സഖാനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്നപാനീയങ്ങൾ തന്നവർക്ക് നീ പകരം കൊടുക്കണമേ എന്നാണ് അതിൻ്റെ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഖ്ദാദ് എന്നവരുടെയോ കൂട്ടുകാരുടെയോ മനസ്സിനൊരു വേദന വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുന്നത്. ഭാവങ്ങളെ, വേദനയെ, മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിരുന്നു നബി തങ്ങൾ. മദീന പള്ളിയിൽ ജമാഅത്തിന് വരുന്ന പ്രധാന വഴിയിൽ
മലർന്നോ കമിഴ്ന്നോ കിടന്നിരുന്ന വേദന കൊണ്ട് വിശപ്പ് കൊണ്ട് പൊളഞ്ഞിരുന്ന സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ. അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നി കുൻതു ലഅഅ്തമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ്. വിശപ്പ് കൊണ്ട് എൻ്റെ കരള് പോലും ചുരുട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ വയറ് മടക്കി കിടക്കുമായിരുന്നു വഴിയോരങ്ങളിൽ. നാണമായിരുന്നു ആരോടെങ്കിലും ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ. അതാ വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ നബി തങ്ങളുടെ സ്വഹാബിയും ആദ്യത്തെ ഖലീഫയുമായ ഹബീബിന്റെ സ്വാഹിബ് സിദ്ദീഖ് എന്നവരുടെ മുഖത്ത് നോക്കി എനിക്ക് വിശക്കുന്നു സിദ്ദീഖേ എന്ന് പറയാൻ മടിയുണ്ടായപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഖുർആനിലെ ഇന്നൊരു ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? എനിക്കതിന്റെ അർത്ഥമറിയാം. സിദ്ദീഖ് എന്നവർ ഞാൻ ആ ചോദിക്കുന്ന നേരത്ത് എങ്ങാനും എൻ്റെ അവസ്ഥ കണ്ട് വിശക്കുന്നുവോ അബൂ ഹുറൈറ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ. പക്ഷേ സിദ്ദീഖ് എന്നവർ എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. സിദ്ദീഖ് എന്നവർ കടന്നുപോയി. ഞാൻ അവിടെ തന്നെ കടന്നു. രണ്ടാമത് വരുന്നു സ്വാഹിബു റസൂലില്ലാഹി ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവർ വന്നപ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ പറയാ, അതേപോലെ ഞാൻ ചോദിച്ചു, ഒരു ആയത്തെടുത്തിട്ട് അതിന്റെ അർത്ഥം എന്താണ് ഉമറേ? അപ്പൊ എനിക്ക് ആ തഫ്സീറൊക്കെ പറഞ്ഞു തന്നു. ഉമർ എന്നവരും കടന്നുപോയി. എന്റെ വിശപ്പിന്റെ അവസ്ഥ വരാർക്കും അറിഞ്ഞില്ല. പുണ്യനബിയാണ് പിന്നെ വരുന്നത്, റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിൽ ആലമീനാണ് കടന്നു വരുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മുഖത്ത് നോക്കി അബൂ ഹുറൈറ തങ്ങളോടൊരു ചോദ്യം. അബൂ ഹുറൈറ എഴുന്നേൽക്ക് അബൂ ഹുറൈറ, നിങ്ങൾക്ക് വിശപ്പുണ്ടല്ലേ? ഉണ്ട് നബിയേ, ഉണ്ട്, വിശക്കുന്നു. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോയി എൻ്റെ റസൂൽ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഒരു കപ്പ് പാല് കിട്ടിയത് നബി തങ്ങൾക്ക്. ആ ഒരു കപ്പ് പാല് കിട്ടിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? മദീന പള്ളിയിൽ മുതഅല്ലിമീങ്ങളായ 300ഓളം സ്വഹാബിമാരുണ്ട്. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ, സുഫത്തിന്റെ അഹ്ലുകാരെന്ന് പറയുന്ന മദീനയിലെ മുതഅല്ലിമീങ്ങൾക്ക് ഈ പാല് കൊടുക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാനോ വിശന്നിട്ട്, റസൂലുള്ളാഹി തങ്ങളും വിശന്നിരിക്കുകയാണ്. ഒരു കപ്പ് പാലേ കയ്യിലുള്ളൂ. അത് 300 ആൾക്ക് ഓഹരി വെച്ച് കൊടുത്താൽ എനിക്കുണ്ടോ റസൂലുള്ളാഹിക്കുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾക്ക് കുടിക്കാൻ കിട്ടുമോ? ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം? ഇന്നമാ അന റസൂലു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനല്ലയോ ഞാൻ? തങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്താൽ മതിയല്ലോ. പള്ളിയിൽ ചെന്നു. 300 ആളുകളും സഫായി വന്നു ഹബീബിന്റെ വീടിന്റെ മുന്നിൽ. 10 പേരോട് കടക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, നാവിൽഹു, അബൂ ഹുറൈറ നിങ്ങൾ കുടിക്കാൻ കൊടുക്കിൻ ആ കപ്പ് പാല്. ഓരോരുത്തരും ചുണ്ട് വെച്ച് കുടിച്ചു. 300 പേർ. ഹബീബിന്റെ മുഅ്ജിസത്ത് നടക്കുകയാണ്, അത്ഭുതം നടക്കുകയാണ്. 300 പേർ കുടിച്ചിട്ടും ആ പാല് തീരാതെ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ ബഖീതു അന വ അൻത, ഞാനും നിങ്ങളുമാണ് ഇപ്പോൾ ബാക്കിയായത്, കുടിക്കിൻ അബൂ ഹുറൈറ. അവര് പറഞ്ഞു, നബിയെ അങ്ങ് കുടിക്കിൻ. വേണ്ട അബൂ ഹുറൈറ, നിങ്ങൾ കുടിക്കിൻ. അങ്ങനെ തങ്ങൾ പറഞ്ഞു, ഇശ്റബ്, കുടിക്കിൻ. ഞാൻ കുടിച്ചു. പാല് തീരുന്നില്ല. എന്റെ വിശപ്പ് തീർന്നു, ദാഹം തീർന്നു. എന്നോട് മാസാല യഖൂലു ലി ഇശ്റബ് ഇശ്റബ് യാ റസൂലല്ലാഹി ലാ അജിദു ലഹാ മസ്ലക, നബിയേ ഇനി എൻ്റെ വയറ്റിൽ സ്ഥലമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ എൻ്റെ വയറ് നിറഞ്ഞുവെന്ന് നബിയോട് പറഞ്ഞു. സുമ്മ ശരിബ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞ് പുണ്യ നബി കുടിച്ചു. അവസാനം അതായിരുന്നു നമ്മുടെ നേതാവ്